ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എമ്പുരാനാണ് നമ്മുടെ വിഷയം. എമ്പുരാൻ ഷൂട്ടിംഗ് കഴിഞ്ഞു. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യാണ്. കാരണം നമുക്ക് ഡേറ്റ് അറിയാം, റിലീസ് ഡേറ്റ് അറിയാം, മാർച്ച് 27. സോ ഓരോ ദിവസം ഇങ്ങനെ എണ്ണിയിരിക്കും. സത്യം പറഞ്ഞാൽ മലയാളത്തിലെ എക്കാലത്തെ ഇത്ര ആന്റിസിപ്പേഷൻ കിട്ടിയൊരു മൂവി, അല്ലെങ്കിൽ എല്ലാവരും വെയിറ്റ് ചെയ്തൊരു മൂവി വേറെ ഇല്ല. സോ എനിക്ക് ഇതുവരെ മലയാള സിനിമയിൽ ഇറങ്ങിയ ഏറ്റവും വലിയ മൂവി. സോ അത് കാണാനുള്ള ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇരിക്കുന്നത്. സോ റിലീസ് ഡേറ്റ് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ 1-2-3 മാസം കൂടി വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ മൂവിയുടെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. അതിന്റെ സ്കെയില്, അതിലെ ആക്ടേഴ്സ്, അതിൽ ഉണ്ടാവാൻ പോകുന്ന സർപ്രൈസുകൾ ഓരോന്നും. അപ്പം ഈ സർപ്രൈസ് എലമെന്റ്സ് സിനിമയിൽ വെക്കുന്നതിൽ പൃഥ്വിരാജിന്റെ ഒരു കഥ നമുക്ക് പൃഥ്വിരാജിനുള്ള ഒരു കഴിവ് നമുക്ക് ഓൾറെഡി അറിയാം. കാരണം ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ പല സർപ്രൈസുകളും ഉണ്ടായിരുന്നു. അത് അദ്ദേഹം അതിന്റെ ഹിന്റുകൾ മാത്രം കൊടുത്ത് ഭയങ്കരമായിട്ട് ആ സീക്രട്ട് ആയിട്ട് വെച്ച പല കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. കാരണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഇന്റർവ്യൂ ടൈമിൽ പോലും, അതായത് അന്ന് പൃഥ്വിരാജ് ഈ സിനിമയിലുണ്ട് നമുക്ക് ആർക്കും അറിയില്ല. ഒരു ഇന്റർവ്യൂവിൽ ഇരുന്ന് ലാലേട്ടനും പൃഥ്വിരാജ് സംസാരിക്കുമ്പോൾ ഒരു ആങ്കർ, നിങ്ങളിപ്പം പൃഥ്വിരാജ് ഇപ്പം ലാലേട്ടൻ ഡയറക്ട് ചെയ്തല്ലേ, ഇനി നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കാനുള്ള ഒരു അവസരം ഉടനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആങ്കർ പറഞ്ഞപ്പോഴും ലാലേട്ടനും പൃഥ്വിരാജും കൂടി ഓക്കെ അങ്ങനെ ഒരു അവസരം വേഗം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് തള്ളി വിട്ട കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അപ്പൊ നമുക്കറിയില്ല ഈ സയ്യിദ് മസൂദായിട്ട് പൃഥ്വിരാജ് സിനിമയിലുണ്ടെന്ന്. സോ അങ്ങനെ അത്ര, അതായത് സിനിമ റിലീസ് ആവുന്നതിന്റെ തലേ ദിവസമാണ് ആ ഒരു ക്യാരക്ടർ പോസ്റ്റർ വന്നതാണ് എന്റെ ഓർമ്മ. സോ അങ്ങനെ കാരണം അത് ഏറ്റവും അത്യാവശ്യമാണ്. ആ ഒരു നമ്മൾ അല്ലെങ്കിൽ ഈ ഓവർ എക്സ്പെക്ട് ചെയ്ത് പോകാൻ മൂവിയുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. അതേപോലെയാണ് സർപ്രൈസ് എലമെന്റുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആ തിയേറ്ററിൽ നിന്ന് തരുമ്പോഴുള്ള ഒരു വാവ് ഫാക്ടർ ഭയങ്കര വലുതാണ്. സോ അത് പൃഥ്വിരാജിന് വ്യക്തമായിട്ട് അറിയാം. ഒരു ഓഡിയൻസിന്റെ പൾസ് അറിയുന്ന ഒരാൾക്ക് അത് വളരെ, കാരണം എന്തെങ്കിലും സർപ്രൈസ് അതിലുണ്ടെങ്കിൽ നമ്മൾക്ക് വാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഒരിക്കലും പുറത്തു വിടാൻ പറ്റില്ല. അങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പം എമ്പുരാനിൽ നമ്മൾ പല കഥകൾ നമ്മൾ ചിന്തിച്ച് എവിടെയാണ് എത്തിയത്. നമുക്കറിയാം, ഒരാൾ തിരിഞ്ഞു നിൽക്കുന്ന പോസ്റ്റർ കണ്ടപ്പം നമ്മൾ കൊറിയയിലും എല്ലാ സ്ഥലത്തും പോയി. അപ്പൊ ആ ലെവലിലാണ് നമ്മളെ എക്സ്പെക്ടേഷൻ അതിൽ വരാൻ പോകുന്ന ഓരോ ആക്ടേഴ്സിനും. അപ്പൊ അതിൽ കുറെ പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ അതിൽ കേൾക്കുന്ന എന്താ പറയാ, മമ്മൂക്ക ഉണ്ട്. അതൊക്കെ ഞാനും പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്ക ഉണ്ട് എന്ന് പറയുന്നവരുണ്ട്, ഫഹദ് ഫാസില്, തമിഴിൽ നിന്ന് ആരൊക്കെയോ, അങ്ങനെ ആ ഒരു റൂമേഴ്സ് ആയിട്ട് തന്നെ ഇപ്പോഴും നമ്മൾ ഇങ്ങനെ പല പേരുകളും പറഞ്ഞ് നിൽക്കണം. അപ്പൊ അതിനിടയ്ക്ക് ഭയങ്കര അപ്രതീക്ഷിതമായിട്ട്, കാരണം ഈ സിനിമ ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ എണ്ണിയിരിക്കുകയാണ്. ഫാൻസ് മാത്രമല്ല, മലയാളത്തിലും എല്ലാ മലയാളികളും വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ് എമ്പുരാൻ. മോഹൻലാൽ ഫാൻസ് മാത്രമല്ല. സോ അതിന്റെ ഓരിപ്പം എന്താ പറയാ, ഫസ്റ്റ് കട്ട് കഴിഞ്ഞു, അതിന്റെ ഒരു ഡ്രാഫ്റ്റ് ഒക്കെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു എന്നുള്ള ഒരു പൃഥ്വിരാജ് അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നു. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു മൂവിയുടെ വളരെ എന്താ പറയാ യാദൃശ്ചികമായിട്ട് ഞാൻ ഒരു വീഡിയോ ഇന്ന് പുറപ്പം കണ്ടിട്ടുള്ളൂ. ഞാൻ കാരണം അത് അതായത് അതിനെപ്പറ്റി സെർച്ച് ചെയ്തിട്ട് ഒന്നും കണ്ടില്ല. പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ RJ രഘു എന്ന് പറഞ്ഞ എനിക്ക് അദ്ദേഹത്തിനെ കണ്ടുപരിചയം മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു മുൻ ബിഗ് ബോസ് താരമാണ്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അതിൽ പറയുന്ന 2-3 പോയിന്റുകളുണ്ട്. നമുക്ക് ആദ്യം ആ വീഡിയോ നിൽക്കണം. ഓക്കെ, അത് കണ്ടിട്ട് നമുക്ക് എന്ത് സംസാരിക്കാം. എമ്പുരാന്റെ ലൊക്കേഷനിൽ എനിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ രാജു എന്ന സംവിധായകനെ ആദ്യമായിട്ടാണ് സംവിധാനം ചെയ്ത് കാണുന്നത്. അപ്പൊ ഞാനുള്ള സമയത്ത് മലയാളത്തിലെ 2 ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റും തമിഴിലൊരു ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സസ്പെൻസുകളാണ് ആർട്ടിസ്റ്റ് ഇങ്ങനെ ഒരു സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ്. ഖുറേഷി അബ്ര. ചെറിയൊരു കാര്യം കുറച്ച് സെക്കൻഡോട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇത് എന്താ പറയാ, ഇതിനുള്ള ഒരു റെലവൻസ് എന്താ വെച്ചാൽ, നമ്മൾ ഈ പല ആൾക്കാരെ പേരും പലതും പറഞ്ഞു നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ ഇദ്ദേഹം ആ സെറ്റിൽ പോയി അപ്പൊ അവിടെ കണ്ട കാര്യമാണ് പറഞ്ഞത്. മലയാളത്തിലെ 2 സൂപ്പർ താരങ്ങൾ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മള് മമ്മൂക്കയാണോ, അതാണ് മലയാളത്തിൽ 2 മികച്ച വലിയ താരങ്ങൾ എന്ന് പറയുമ്പോൾ ലാലേട്ടനും മമ്മൂക്കയും ആകാം. അതിനുശേഷം തമിഴിലത്തെ താരത്തിനെ പറ്റി പറയുമ്പോൾ കുറച്ചും കൂടി അതാണ് തമിഴിലെ വലിയൊരു സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പം വലിയൊരു സ്റ്റാർ എന്ന് പറയുമ്പോൾ അത് ആരുമാകാം എന്നാണ്. കാരണം ഈ വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ വിജയ് സേതുപതിനെയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹം പറഞ്ഞ ആ ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ തമിഴിലെ വലിയ താരം എന്ന് പറയുന്നത്, അത് അത്ര വലിയ താരം എന്ന് പറയുമ്പോൾ എനിക്ക് വരുന്നത് നമ്മൾ തമിഴിലെ സൂപ്പർ സ്റ്റാറുകളാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്. ആ ഒരു അദ്ദേഹത്തിന്റെ സംസാരം നമുക്കിപ്പോഴും അറിയില്ല. ഈ വിജയ് സേതുപതി ആണെങ്കിൽ ഇങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഒന്നെങ്കിലും നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായി. എന്റെ പല വീഡിയോയിലും ഈ ഒരു സിനിമയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത ഞാൻ പറയുന്നത്, എക്സ്പെക്ടേഷൻ ഏത് സിനിമേന്റെയും മോശമായിട്ട് ബാധിക്കുന്നതാണ് എക്സ്പെക്ടേഷൻ. എന്നാൽ
ഈ സിനിമയ്ക്ക് ഞാൻ എന്റെ എല്ലാ വീടിനും പറയാറുണ്ട്, ഈ സിനിമയ്ക്ക് നമ്മൾ എത്ര എക്സ്പെക്ട് ചെയ്താലും അത് മീറ്റ് ചെയ്യും, അതിന്റെ അപ്പുറം പോകുന്നുള്ള ഒരു പ്രതീക്ഷ ഭയങ്കരമായിട്ട് ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്ര എന്താ പറയാ സീക്രട്ട് ആയിട്ട് ഇത്ര ചെറിയ ചെറിയ ഹിന്റുകൾ മാത്രം തന്നുകൊണ്ട് എന്തൊക്കെയോ സസ്പെൻസുകൾ ഒളിപ്പി വെച്ചിട്ട് ഈ സിനിമ പൃഥ്വിരാജ് എടുക്കുന്നത്. സോ ഇതിൽ പറഞ്ഞ മലയാളത്തിൽ കണ്ടു താരങ്ങൾ ആരൊക്കെയാണ്? ലാലേട്ടനും മമ്മൂക്കേനെയാണോ? കാരണം അവിടെ ഒരു സീൻ എടുക്കുന്നതിനെ പറ്റിയാണ്. അത് അവിടെ ഇദ്ദേഹം അവിടെ വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ സീൻ ഷൂട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞത്. അവിടെ മലയാളത്തിൽ 2 സ്റ്റാർസും തമിഴിലൊരു വലിയ സ്റ്റാർ, അല്ലാതെ വിജയ് സേതുപതിക്കോ ഒരു അർജുൻ ദാസിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റാറിന് വേണ്ടിയിട്ട് ഈ ഇദ്ദേഹത്തിന്റെ ഈ സംസാരത്തിൽ ഇങ്ങനെ പറയുമോ എനിക്കറിയില്ല അതില്. സോ നമ്മളിത് കണ്ട് തന്നെ, അതായത് മാർച്ച് 27 തിയേറ്ററിൽ കണ്ട് തന്നെ അറിയേണ്ടി വരുന്നു പ്രതീക്ഷിക്കുന്നു. അതിന്റെ മുന്നേ കാരണം ഇനിയിപ്പം നമുക്ക് ഓരോ ഘട്ടമായിട്ട് ഓരോ അപ്ഡേറ്റ്സുകൾ വരുന്ന ടൈമാണ്. ഇനിയിപ്പം നമുക്ക് പല അപ്ഡേറ്റ്സും വരാനുണ്ട്, ടീസർ വരാനുണ്ട്. കാരണം അധികം 2-3 മാസമേ ഉള്ളൂ. സോ ഫസ്റ്റ് കട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പലതും പ്രതീക്ഷിക്കാനുണ്ട്, പല അപ്ഡേറ്റുകളും. സോ ആ അപ്ഡേറ്റുകളിൽ പറയാനുള്ള സസ്പെൻസ് ആണോ ഇത്, ഇല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണാൻ സസ്പെൻസ് ആണോ ഇത്, ഇതൊന്നും നമുക്കറിയില്ല. സോ നമുക്കത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ആയിട്ട് തോന്നി. നിങ്ങൾക്ക് കാരണം എന്റെ കമന്റിൽ വന്ന് ചില ആധികാരികമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്, ഞാൻ മമ്മൂക്കയുടെ കാരവാൻ ഇവിടെ കണ്ടിരുന്നു, എന്താ പറയുക, ഇന്ന ആൾക്കാരെ അങ്ങനെ പറഞ്ഞു, പറയാൻ പറ്റില്ല. അപ്പം സോ നിങ്ങൾക്ക് എന്താണ് ഇതിന് നിങ്ങളെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിവരമുണ്ടോ ഇതിനെ പറ്റിയിട്ട്? ഇങ്ങനെയൊക്കെയുള്ള നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.